തുടരെയുള്ള വിവാദങ്ങൾക്ക് ശേഷം മേയർ വീണ്ടും പ്രതിക്കൂട്ടിൽ. ആമയിഴഞ്ചാൻ ദുരന്തത്തിൽ അനാവശ്യ വിവാദം ക്ഷണിച്ചു വരുത്തിയെന്ന് വിലയിരുത്തൽ. നഗരത്തിലെ അഴുക്കുചാലിൽപ്പെട്ട് ഒരാളുടെ ജീവൻ പൊലിഞ്ഞ വിവാദത്തിലും നെഞ്ചും വിരിച്ചു നിന്ന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി തിരുവനന്തപുരം മേയറും നഗരസഭയും. ശുചീകരണത്തിലെ അനാസ്ഥയുടെ പേരിൽ റെയിൽവേക്ക് മേൽ കുതിര കയറാൻ ആര്യ രാജേന്ദ്രൻ ശ്രമിച്ചതാണ് തിരിച്ചടിയായത്. നഗരസഭയുടെ വീഴ്ചകൾ റെയിൽവേ അക്കമിട്ട് വിശദീകരിക്കുന്നതിലേക്ക് എത്തിച്ചത് അതാണ്. മുൻപെങ്ങുമില്ലാത്ത വിധം പ്രതികരിക്കേണ്ട സാഹചര്യത്തിലേക്ക് റെയിൽവേയെ എത്തിച്ചു. KSRTC ബസ് നടുറോഡിൽ തടഞ്ഞിട്ടുണ്ടാക്കിയ വിവാദത്തിന് ശേഷം ജാഗ്രത പാലിക്കണമെന്ന് CPM ജില്ലാ നേതൃയോഗം മേയർ ആര്യ രാജേന്ദ്രന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ വീണ്ടും ചില പരാമർശങ്ങൾ പരിധി വിട്ടു. ആര്യയുടെ കരച്ചിലും അത് കണ്ടു ചിരിക്കുന്ന CPM പ്രവർത്തകയുടെ ചിത്രം പുറത്തു വന്നതുമെല്ലാം വിവാദത്തിന് പുതിയ തലം നൽകി. മാലിന്യ പ്രശ്നം മേയറുടെയോ ഇപ്പോഴത്തെ നഗരസഭാ ഭരണത്തിന്റെയോ ബാധ്യതയായി ആരും കാണുന്നില്ല. കാലാകാലങ്ങളായി നഗരം നേരിടുന്ന പ്രശ്നം തന്നെയാണത്. എന്നാൽ രക്ഷാപ്രവർത്തന സമയത്തെങ്കിലും വിവാദങ്ങൾ ഒഴിവാക്കാനുള്ള പക്വത കാണിക്കണമായിരുന്നു. അതിനുശേഷം എല്ലാം ചർച്ചയാക്കണമായിരുന്നു. റെയിൽവേയെ നിരന്തരം കുറ്റപ്പെടുത്തിയ നടപടിയിലൂടെ നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമില്ലെന്ന് വരുത്താൻ മേയർ ശ്രമിച്ചെന്നാണ് വിമർശനങ്ങൾ വരുന്നത്. റെയിൽവേയിലെ മാലിന്യം റെയിൽവേയുടേത് മാത്രമാണെന്ന പ്രതികരണം എല്ലാ അർത്ഥത്തിലും പക്വതയില്ലാത്തതായി. ഒടുവിലെ തകരപ്പറമ്പിലെ മാലിന്യത്തിൽ ജോയിയുടെ മൃതദേഹം അടിഞ്ഞത് തീർത്തും കരുതലില്ലാത്ത രക്ഷാപ്രവർത്തനമെന്ന ചിത്രം പൊതുസമൂഹത്തിൽ എത്തിച്ചു. ഇതുകൊണ്ടെല്ലാമാണ് തദ്ദേശ വകുപ്പിന്റെ ചുമതലക്കാരനായ മന്ത്രി MP രാജേഷിന് ചാനൽ ചർച്ചകളിൽ നേരിട്ടെത്തി വിശദീകരിക്കേണ്ടി വന്നത്. എന്നാൽ മേയർക്കെതിരെ എന്ത് പറഞ്ഞിട്ടും ഫലമില്ല എന്ന വികാരവും പൊതുവിലുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അതിവിശ്വസ്തനാണ് ഭർത്താവ് സച്ചിൻ ദേവ് MLA. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ജില്ലാ കമ്മിറ്റികളിലെ വിമർശനം അവിടെ ഒതുങ്ങും. സാധാരണ പ്രവർത്തകരുടെ കാര്യത്തിലെന്ന പോലെ അത് തിരുത്തലിന്റെ രൂപത്തിലേക്ക് എത്തില്ല. ഇത് തലസ്ഥാനത്തെ പ്രതിനിധികൾക്കെല്ലാം അറിയാം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം നടത്തിയ വിലയിരുത്തലിനൊടുവിലാണ് അനാവശ്യ വിവാദങ്ങളിൽ ചെന്ന് ചാടരുതെന്ന് മേയർക്ക് CPM ജില്ലാ കമ്മിറ്റി അന്ത്യശാസനം നൽകിയത്. എന്നിട്ട് പോലും മതിയായ കരുതൽ മേയറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിടെ തൊഴിലാളിയെ കാണാതായ സംഭവത്തെ തുടർന്ന് പരസ്പരം പഴിചാരി റെയിൽവേയും കോർപ്പറേഷനും എത്തുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലെന്ന നിലപാടാണ് CPMലെ മുതിർന്ന നേതാക്കൾക്ക് പോലുമുള്ളത്. മാലിന്യം നീക്കേണ്ട ഉത്തരവാദിത്തം കോർപ്പറേഷന്റേതാണെന്ന ദക്ഷിണ റെയിൽവേ ADRMന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു. ആമയിഴഞ്ചാൻ തോടിന്റെ റെയിൽവേയുടെ ഭാഗത്തുള്ള മാലിന്യം നീക്കം ചെയ്യാൻ അനുമതി ചോദിച്ച് റെയിൽവേക്ക് കത്ത് നൽകിയിട്ടില്ലെന്നും മാലിന്യം നീക്കാൻ റെയിൽവേക്ക് നോട്ടീസ് നൽകുകയാണ് ചെയ്തതെന്നും ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. റെയിൽവേയിൽ നിന്നുള്ള മാലിന്യമല്ല കനാലിലുള്ളതെന്നും റെയിൽവേയുടെ മാലിന്യം മറ്റ് സംവിധാനം വഴിയാണ് നീക്കം ചെയ്യുന്നതെന്നും ADRM BGMR നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മാലിന്യം നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്തം റെയിൽവേക്ക് ഇല്ലെന്നും അത് കോർപ്പറേഷന്റെ ചുമതലയാണെന്നും അവർ നിലപാടെടുത്തിരുന്നു. നഗരസഭയുടെ ഭാഗത്തു നിന്നാണ് മാലിന്യം മുഴുവൻ ഒഴുകിയെത്തുന്നത്. എന്നിട്ടും കഴിഞ്ഞ വർഷം റെയിൽവേ മുൻകൈയെടുത്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. മാലിന്യ നീക്കത്തിന് അനുവാദം ചോദിച്ചിട്ട് കൊടുത്തില്ലെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പറയുന്നത് തെറ്റാണ്. അവർ ചോദിക്കുമ്പോഴെല്ലാം അനുമതി നൽകിയിട്ടുണ്ട്. ഇപ്പോഴും തയ്യാറാണെന്നെല്ലാം റെയിൽവേ നിലപാട് തുറന്നു പറഞ്ഞതും തിരിച്ചടിയായി. ഇതെല്ലാം നഗരസഭയും മേയറും ചേർന്ന് ചോദിച്ചു വാങ്ങിയതാണ് എന്നാണ് പാർട്ടി തലത്തിലുള്ള വിലയിരുത്തൽ. ദുരന്തത്തെക്കുറിച്ച് വകുപ്പുതല അന്വേഷണത്തിനും ഇന്നിപ്പോൾ റെയിൽവേ തുടക്കമിട്ട് കഴിഞ്ഞു. അതിന്റെ കണ്ടെത്തലുകൾ പുറത്തു വരുമ്പോൾ നഗരസഭ കൂടുതൽ പ്രതിരോധത്തിലാകാനാണ് സാധ്യത. എന്തൊക്കെ പറഞ്ഞാലും നഗരത്തിന്റെ ആകെ ശുചീകരണത്തിന് ഉത്തരവാദിത്തമുള്ള നഗരസഭ പഴി ആരുടെ മേൽ വെച്ചിട്ടും കാര്യമില്ല എന്ന പൊതുവികാരം ശക്തമാണ്. റെയിൽവേ പരിസരത്തെ ശുചീകരണത്തിന് നോട്ടീസ് നൽകിയോ, എന്ത് പ്രതികരണം ഉണ്ടായി തുടങ്ങിയ എല്ലാ ആരോപണങ്ങളിലും ഇനിയും വ്യക്തതയുണ്ടാകും.